ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചെമ്മീൻ കുറുമയാണ്. നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കുറുമയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മുളകും പൊടി, 1 സ്പൂൺ കുരുമുളകും പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതെല്ലാം ചേർത്ത് മിക്സാക്കി അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം ഉണ്ടെങ്കിൽ വെക്കാം. ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി സെയിം പാനിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സൂപ്പർ കുറുമയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 2 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തത്, ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി 10 ചെറിയ ഉള്ളി, 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഇതെല്ലാം പേസ്റ്റ് രൂപത്തിലാക്കി ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളകും പൊടി, 1 സ്പൂൺ സാദാ മുളകും പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഉലുവപ്പൊടി, ഇതെല്ലാം ചേർത്ത് അതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം. ഈ രീതിയിലൊന്ന് നല്ല മിക്സാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് നല്ലോണം ഈ രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, മസാല ഒക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി. ഈ ചെമ്മീൻ ഈ മസാല കടന്ന് നല്ലോണം വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഗ്രേവി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മസാല, ഈ ചെമ്മീൻ, ഇതെല്ലാം ഈ തേങ്ങാപ്പാലിലൊന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അടിപൊളി കറിയാണ്, എല്ലാവരും തയ്യാറാക്കി